തിരുവിതാംകൂർ രാജകുടുംബവുമായി ഇഴപിരിയാത്ത ബന്ധമുള്ള മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വൈഷ്ണവ ചൈതന്യം കുടികൊള്ളുന്ന മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലൊന്നാണ്. 5000-ലേറെ പഴക്കം അവകാശപ്പെടുന്ന ക്ഷേത്രം ഏകവിഗ്രഹ പ്രതിഷ്ഠയും വട്ടശ്രീകോവിലും വളരെ ഉയരത്തിലുള്ള ശ്രീലകവും വിശാലമായ കൂത്തമ്പലവും കൊണ്ട് പ്രസിദ്ധമാണ്. മുഖത്തലയുടെ ചരിത്രവുമായി ഇഴപിരിയാത്ത ബന്ധമാണ് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ളതെന്ന് ക്ഷേത്രവിശ്വാസിയായ അജി കിഴക്കിടത്ത് പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിലെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ 5 പൂജയും നിത്യനവകവും പ്രാചീനങ്ങളായ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്നു. വർഷത്തിൽ 12 ദിവസത്തെ കളഭാഭിഷേകം, 25 ദിവസത്തെ കളമെഴുത്തും പാട്ടും ഒക്കെ നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിന് പ്രസിദ്ധി ആർജിക്കുന്നത് ഇതിൻ്റെ വട്ടശ്രീകോവിലും ദശാവതാരം പോലുള്ള കൊത്തുപണികളും കൊണ്ടാണ്. മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച ഭൂമിയായതിനാലാണ് മുഖത്തല എന്ന പേര് ഇവിടെ ഉണ്ടായത് എന്നാണ് പഴമക്കാർ പറയുന്നത്. വിശാലമായ മതിൽക്കെട്ടും ദശാവതാരങ്ങൾ കൊത്തിവെച്ച ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ പഴമയെ വിളിച്ചറിയിക്കുന്നതാണ്. ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും ദൂരം താണ്ടിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ശ്രദ്ധേയമാണ്. വർഷത്തിൽ നടക്കുന്ന കളഭാഭിഷേകവും ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലടുപ്പിക്കുന്നു. പ്രാചീനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും നിലനിൽക്കുന്ന ഇവിടുത്തെ താന്ത്രിക അവകാശം തരണനല്ലൂർ തന്ത്രിമാർക്കാണ്. ഇന്ന് അത്തീറ മഠക്കാരാണ് ഇവിടുത്തെ താന്ത്രിക പ്രവർത്തികൾ ചെയ്യുന്നത്. മൂലമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കം തന്നെ ഇതിനുണ്ട്. ഏറ്റവും കൂടുതൽ പൂജകളും മറ്റു കാര്യങ്ങളും ഇവിടെയാണ് നടക്കുന്നത്. 5 പൂജകളുള്ള വളരെ ചുരുക്കം അമ്പലങ്ങളിലൊന്നാണിത്. വർഷത്തിൽ 90 ദിവസം തന്നെ കളവൻ പ്രാധാന്യമുള്ളതാണ്. ചരിത്രരേഖകൾ പെരുമാൾ സ്വാമിയായും ഭക്തരുടെ മനസ്സിൽ മുരാരിയായും ഇവിടുത്തെ ആരാധനാമൂർത്തി കുടികൊള്ളുന്നു. മേടമാസത്തിലെ അത്തനാളിൽ കൊടിയേറി തിരുവോണനാളിൽ ആറാട്ടോടെ ഇവിടുത്തെ തിരുവുത്സവം സമാപിക്കുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സേവയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ പ്രശസ്തരായ നാദസ്വര വിദ്വാൻമാരും മറ്റു കലാകാരന്മാരും ഇവിടെ എത്താറുണ്ട്. ഐതിഹ്യവും ചരിത്രവും ഇഴപിരിച്ചെടുക്കാനാകാത്ത മുഖത്തലയുടെ സ്മരണകൾ ഈ മഹാക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്നു. മുഖത്തലയ്ക്ക് ഒരു മുഖമായി മാറിയ ക്ഷേത്രസന്നിധിയിൽ നിന്നും ക്യാമറാമാൻ സജീവ് സൈലാബ്ദിനൊപ്പം രാജേഷ് ഇളമൺ.